ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെസിപ്പി മലബാറിക്കസ്. ഇന്ന് നമുക്കൊരു നാടൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഈവൻ ദോശയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനായ റോസ്റ്റാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പം ഡീപ്പായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാൻ പാടുള്ളൂ. അപ്പം ഇതൊന്ന് പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നമുക്കിതിലേക്ക് 2 മീഡിയം സവാള നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുകയും കൂടെ ചെയ്യാം. ഈ സവാള ഒന്ന് വാടിയിട്ട് ഒന്ന് കളറ് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി, ബ്രൗൺ ആകുന്നവരെ നിൽക്കണ്ട. അപ്പോൾ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി സവാളയെല്ലാം ഒന്ന് വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇനി ആവശ്യത്തിന് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അതിൽ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാധാ എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പം അതിന് ശേഷം മല്ലിപ്പൊടി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ മല്ലിപ്പൊടി മസ്റ്റാണ്. അപ്പം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് ഇതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികളെല്ലാം ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം പൊടികളെല്ലാം നന്നായിട്ട് എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഒരു പകുതി തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ തക്കാളി ആയിരുന്നു, അപ്പം അതിൻ്റെ പകുതി മാത്രമേ ഞാനിപ്പം ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം അത് ചേർത്തിട്ട് 2 സവാളക്ക് ഒരു വലിയ തക്കാളി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലെ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പൊന്ന് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റണം. അപ്പം തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തുടയണം. അതിനുശേഷം നമുക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് സൂപ്പർ മാർക്കറ്റിലെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ ഈ ഒരു റോസ്റ്റ് നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടും. ഈ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇത് ചേർത്താൽ. അപ്പം ഇത് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നല്ലോണം വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇനി ഇത് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മളെ റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർക്കണം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ ഗ്രേവിൻ്റെ എത്ര തിക്ക് ഗ്രേവിയോ നിങ്ങൾക്ക് വേണ്ടുന്ന അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കണം. അപ്പം ഞാനൊരു സെമി ഗ്രേവി ആ ഒരു ടൈപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നല്ലോണം ഗ്രേവിയെല്ലാം നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഉപ്പ് നോക്കിയപ്പം കുറച്ച് കുറവായിരുന്നു. അപ്പം കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഈ ഒരു ഗ്രേവി നന്നായി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഞാൻ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാ മുട്ടയും ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 4 മുട്ടയാണ് ഞാൻ പുഴുങ്ങിയിട്ട് ഇതുപോലെ വരഞ്ഞിട്ട് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗ്രേവി മുട്ടേൻ്റെ മേലിലെല്ലാം ഒന്ന് ആക്കി കൊടുക്കാം. അപ്പം എല്ലാം ആക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ടയൊന്നും ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം എല്ലാ ഗ്രേവിയും ഇതുപോലെ ഞാൻ പതുക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ നമുക്ക് ഈസി മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. മാത്രമല്ല ലൈക്ക് ചെയ്യാനും ഷെയറും ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.